ഈ ചിത്രം നോക്കൂ. കളിച്ചു ചിരിച്ചുകൊണ്ട് പുസ്തകവുമായി പോകുന്ന കൂട്ടുകാരുടെ ചിത്രമാണത്. ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് ഗുഡ് ഫുഡ് ആൻഡ് ക്ലോത്തിങ്? എല്ലാ കുട്ടികൾക്കും നല്ല ഭക്ഷണവും വസ്ത്രവും കിട്ടുന്നുണ്ടോ? ഡു ഓൾ ഓഫ് ദം ലിവ് ഇൻ ഹൗസസ് വിത്ത് ബേസിക് ഫെസിലിറ്റീസ്? അടിസ്ഥാന സൗകര്യങ്ങളുള്ള വീടുകളിലാണോ അവർ താമസിക്കുന്നത്? ഡു ഓൾ ഓഫ് ദം ഗെറ്റ് എഡ്യൂക്കേഷൻ? എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ? ഡു ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ? സംരക്ഷണവും ശ്രദ്ധയും കിട്ടാനുള്ള അവകാശങ്ങൾ കുട്ടികൾക്കുണ്ടോ? ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് യുവർ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ്? നിങ്ങളുടെ ഇത്തരം അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഹൗ ഷുഡ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ബിഹേവ് ടുവേർഡ്സ് ചിൽഡ്രൻ? രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഹൗ ഷുഡ് ചിൽഡ്രൻ ബിഹേവ് ടുവേർഡ്സ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്? കുട്ടികൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത്? നൗ ലെറ്റ്സ് റീഡ് ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ദ ഫേമസ് നോവൽ ഒരു കുടയും കുഞ്ഞു പെങ്ങളും ബൈ മുട്ടത്ത് വർക്കി and see if the rights of the little girl and her brother were violated or not. പ്രശസ്ത എഴുത്തുകാരനായ മുട്ടത്ത് വർക്കി എഴുതിയ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആ കൊച്ചു പെൺകുട്ടിക്കും അവളുടെ സഹോദരനും ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. കഥയുടെ തുടക്കം നമുക്ക് മലയാളത്തിൽ കേട്ടു നോക്കാം. ആകാശം നിറയെ കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തണുത്ത ചെല്ലക്കാറ്റ് അലസമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഗ്രാമപാതയുടെ ഇരുവശങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ തലയാട്ടി. കള്ള കർക്കടക മാസം. ലില്ലി, മഴ വരുന്നു, നീ ആ പെണ്ണിന്റെ കൂടെ പോയിക്കോ. മുമ്പേ നടന്നു പോകുന്ന ഗ്രേസിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ബേബി അറിയിച്ചു. ഇച്ചാച്ചനോ? അവൾ ചോദിച്ചു. ഞാൻ ഓടിക്കോളാം. അവൻ ഓട്ടമായി. അപ്പോഴേക്ക് 1, 2, 4 എന്നിങ്ങനെ പെരുകി പെരുകി മഴത്തുള്ളികൾ വീഴുകയായി. സ്ലേറ്റും പുസ്തകവും അടുക്കി പിടിച്ചുകൊണ്ട് ലില്ലി ഓടി. അവളുടെ മുഖത്ത് മഴത്തുള്ളികൾ വീണു. എങ്കിലും പുസ്തകം നനയാതെ മാറോടടുക്കി പിടിച്ചു. സ്ലേറ്റിന്റെ പുറത്ത് വെള്ളം പുരണ്ടാൽ കുഴപ്പമില്ല. ഗ്രേസി, ഞാൻ കൂടെ, അവൾ സ്നേഹപൂർവം യാചിച്ചു. അവൾ ഗ്രേസിയുടെ കുടക്കീഴെ കയറാൻ ഭാവിച്ചു. പക്ഷേ ആ ധനിക കുമാരി മാറിക്കളഞ്ഞു. അവളുടെ ഉടുപ്പ് സിൽക്ക് കൊണ്ടുള്ളതും വെടിപ്പുള്ളതുമായിരുന്നു. ലില്ലിയുടേതോ വില കുറഞ്ഞതും മുഷിഞ്ഞതും. ഗ്രേസി, ലില്ലി യാചിച്ചു. പോ കുട്ടി, ഇപ്പൊ മനസ്സില്ല, എന്റെ കൊടയെ കേറ്റത്തില്ല, ഗ്രേസി തീർത്തു പറഞ്ഞു. ലില്ലി പൊട്ടിക്കരഞ്ഞുപോയി. ആ പാവപ്പെട്ട കുഞ്ഞിനോട് മഴയ്ക്ക് കരുണയുണ്ടായില്ല. അത് ശക്തിയായി പെയ്യുകയാണ്. ലില്ലി കരഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. അവളുടെ കുരുന്നു മുഖത്ത് മഴത്തുള്ളികൾ ചരൽക്കല്ലുകൾ പോലെ അടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കുഞ്ഞു പാദങ്ങളെ തലോടിക്കൊണ്ട് കലക്കവെള്ളം പാഞ്ഞു. വഴിയറമ്പിലുള്ള ഒരു പീടികത്തിണ്ണയിൽ അവൾ കയറി നിന്നു. ഉടുപ്പും പുസ്തകവും എല്ലാം നനഞ്ഞു. പുസ്തകം നനഞ്ഞതിലാണ് അവൾക്ക് സങ്കടം. ഇപ്പോൾ ഈ കഥ വായിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഈ കഥയുടെ കുറച്ചു ഭാഗമാണ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല എന്ന പേരിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. മുട്ടത്ത് വർക്കി. ഹി ഈസ് എ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പോയറ്റ് ഓഫ് മലയാളം ഫ്രം കോട്ടയം ഡിസ്ട്രിക്ട്. He was born on 28th April 1913 and died on 28th May 1989 at the age of 76. Some of his notable works are ഒരു കുടയും കുഞ്ഞു പെങ്ങളും, പാടാത്ത പൈങ്കിളി, അഴകുള്ള സെലീന, എക്സെട്ര എക്സെട്ര. ഇനി നമുക്ക് പാഠഭാഗം വായിച്ച് അർത്ഥം മനസ്സിലാക്കാം. എ ഗേൾ ഇൻ ദ റെയിൻ. മഴയത്ത് ഒരു പെൺകുട്ടി. ദ സ്കൈ വാസ് ക്ലൗഡി. ആകാശം മേഘാവൃതമായിരുന്നു. എ കോൾഡ് ബ്രീസ് വാസ് ബ്ലോയിങ് ലാംഗ്വിഡ്ലി. ഒരു തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു.
ബ്രീസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റ്, ഇളം കാറ്റ് എന്നാണ് അർത്ഥം. ലാംഗ്വിഡ്ലി എന്ന് പറഞ്ഞാൽ മൂവിങ് സ്ലോവ്ലി എന്നാണ് അർത്ഥം, പതുക്കെ ചലിക്കുന്ന കാറ്റ്. The trees on both sides of the country road were swaying gently in the wind. ആ നാട്ടുവഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങൾ കാറ്റിൽ ഇളകുന്നുണ്ടായിരുന്നു. സ്വേയിങ് എന്ന് പറഞ്ഞാൽ ഇരുവശത്തേക്കും ആടുക അല്ലെങ്കിൽ ചലിക്കുക എന്നാണ് അർത്ഥം. ലില്ലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. യു ഗോ വിത്ത് ഗ്രേസി. ലില്ലി, മഴ പെയ്യാൻ പോകുന്നു, നീ ഗ്രേസിയുടെ കൂടെ പോകൂ. ബേബി സെഡ്, പോയിന്റിംഗ് ടു ദ ഗേൾ ഫ്രം ദ പൂമംഗലം ഫാമിലി, ദെയർ റിച്ച് നൈബർ. ബേബി അതുവഴി നടന്നു പോകുന്ന പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഗ്രേസി അവരുടെ ധനികരായ അയൽക്കാരായിരുന്നു. വാട്ട് അബൌട്ട് യു? ലില്ലി ആസ്ക്ഡ് ഹിം. അപ്പോൾ നീ എന്ത് ചെയ്യും? ലില്ലി ചോദിച്ചു. ഐ വിൽ റൺ. ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. ഞാൻ ഓടും. ഇത് പറഞ്ഞുകൊണ്ട് ബേബി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ദ റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് ഫാളിങ്. മഴ പെയ്യാൻ തുടങ്ങി. 1, 2, 4. 1, 2, 4. മഴ പെരുകിക്കൊണ്ടിരുന്നു. ദ റെയിൻ ക്വിക്കൻഡ്. മഴ കനത്തു. ദ റെയിൻ, മഴ. ലില്ലി ഓൾസോ റാൻ, ഹോൾഡിംഗ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് എഗെയിൻസ്റ്റ് ഹെർ ചെസ്റ്റ്. ലില്ലിയും തൻ്റെ പുസ്തകവും സ്ലേറ്റുമെല്ലാം നെഞ്ചോടടുക്കി പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ഷീ ഫെൽറ്റ് ദ റെയിൻ ലാഷിംഗ് ഹെർ ഫേസ്. അവൾക്ക് മഴ തന്റെ മുഖത്തടിക്കുന്ന പോലെ തോന്നി. ലാഷിംഗ് എന്ന് പറഞ്ഞാൽ ചാട്ടവാറുകൊണ്ട് അടിക്കുക എന്നാണ് അർത്ഥം. ഷീ പ്ലേസ്ഡ് ദ സ്ലേറ്റ് ഓവർ ഹെർ ബുക്ക്. അവൾ തന്റെ സ്ലേറ്റ് പുസ്തകത്തിന് മുകളിൽ വെച്ചു. ഈവൺ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ്, നത്തിങ് വുഡ് ഹാപ്പൻ. സ്ലേറ്റിനു മുകളിൽ മഴത്തുള്ളികൾ വീണാലും ഒന്നും സംഭവിക്കില്ല. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. സ്ലേറ്റ് മഴ നനഞ്ഞാൽ ചീത്തയാവില്ല അല്ലെങ്കിൽ നശിക്കില്ല. പക്ഷേ പുസ്തകം അങ്ങനെയല്ല. ഗ്രേസി, ക്യാൻ ഐ ടു? ഗ്രേസി, ഞാനും കൂടെ. ലില്ലി begged and tried to get in under Gracie's umbrella. ഗ്രേസിയുടെ കുടക്കീഴിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ട് ലില്ലി അപേക്ഷിച്ചു. ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിച്ചു, അപേക്ഷിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ബട്ട് ഗ്രേസി മൂവ്ഡ് അവേ ഫ്രം ലില്ലി. പക്ഷേ ഗ്രേസി ലില്ലിയുടെ അടുത്തു നിന്നും മാറിക്കളഞ്ഞു. ഗ്രേസീസ് നീറ്റ് ക്ലോത്ത്സ് വെർ മെയ്ഡ് ഓഫ് ഫൈൻ സിൽക്ക്. ഗ്രേസിയുടേത് നല്ല മിനുസമുള്ള പട്ടുടുപ്പായിരുന്നു. ബട്ട് ലില്ലി വാസ് ക്ലാഡ് ഇൻ ക്വൈറ്റ് ഓൾഡ് ആൻഡ് ടോൺ ക്ലോത്ത്സ്. പക്ഷേ ലില്ലിയുടേത് കീറിയതും പഴയതുമായ വസ്ത്രങ്ങളായിരുന്നു. ക്ലാഡ് എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ് അർത്ഥം. ലില്ലി ധരിച്ച വസ്ത്രങ്ങൾ പഴയതായിരുന്നു. ഗ്രേസി, പ്ലീസ്, ലില്ലി ബെഗ്ഡ് അഗെയിൻ. ലില്ലി വീണ്ടും യാചിച്ചു. ഗോ എവേ ഗേൾ, ഐ വോണ്ട് ലെറ്റ് യു ഇൻ അണ്ടർ മൈ അംബ്രല്ല. പോ കുട്ടി, നിന്നെ ഞാൻ എന്റെ കുടയുടെ താഴെ നിർത്തുകയില്ല. ഗ്രേസി സെഡ് സ്റ്റബേൺലി. ഗ്രേസി പറഞ്ഞു. സ്റ്റബേൺലി എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനത്തോടെ എന്നാണ് അർത്ഥം. ലില്ലി കുഡ് നോട്ട് കൺട്രോൾ ഹെർ ടിയേഴ്സ്. ലില്ലിക്ക് അവളുടെ കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല. ഷീ വെപ്റ്റ് ബിറ്റർലി. അവൾ ഉറക്കെ കരഞ്ഞു. വെപ്റ്റ് എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ബിറ്റർലി, ഭയങ്കരമായി. ദ റെയിൻ ഓൾസോ വാസ് ക്വൈറ്റ് ക്രൂവൽ ടു ഹെർ. ഗ്രേസി മാത്രമല്ല, മഴയും അവളോട് ക്രൂരമായി പെരുമാറി. എങ്ങനെയാണ് മഴ ക്രൂരമായി പെരുമാറിയത്? ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹെർ. മഴ അവളുടെ മേൽ കോരിച്ചൊരിഞ്ഞു. ലില്ലി റാൻ ഓൺ ആൻഡ് ഓൺ തറലി വെറ്റ്. ലില്ലി ഓടി, മുഴുവനായും നനഞ്ഞു. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയുക. തറലി വെറ്റ്, മുഴുവനായും നനഞ്ഞു. ഹെവി ഡ്രോപ്സ് ഓഫ് റെയിൻ ഫെൽ ഓൺ ഹെർ ഫേസ് ലൈക്ക് പെബിൾസ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. ആകാശത്തു നിന്നും കല്ലുകൾ വീഴുന്ന പോലെയാണ് ആ മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വീഴുമ്പോൾ അവൾക്ക് തോന്നിയത്. മഡി വാട്ടർ റാൻ എഗെയിൻസ്റ്റ് ഹെർ ലിറ്റിൽ ഫീറ്റ്. ചളിവെള്ളം അവളുടെ കൊച്ചു കാലിനടിയിലൂടെ ഒഴുകിപ്പോയി. മഡി വാട്ടർ, ചെളിവെള്ളം. മഡ് എന്ന് പറഞ്ഞാൽ ചളി. മഡി, ചളി നിറഞ്ഞ. ഇതിൽ പുതിയ കുറച്ച് വാക്കുകൾ പരിചയപ്പെട്ടല്ലോ. ക്ലാഡ്, ഡ്രസ്ഡ്, വസ്ത്രം ധരിക്കുക. സ്റ്റബേൺലി, ഷോയിങ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ നോട്ട് ടു ചേഞ്ച് വൺസ് ആറ്റിറ്റ്യൂഡ്.
ഉറച്ച തീരുമാനം. പെബിൾസ്, സ്റ്റോൺസ്, കല്ലുകൾ. ഇനി ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം? They were clad in t-shirts and shorts. അവർ ടീഷർട്ടും ഷോർട്സുമാണ് ധരിച്ചിരുന്നത്. She stubbornly refused to accept my point of view. അവൾ എൻ്റെ നിലപാടുകൾ അംഗീകരിക്കാൻ സമ്മതിച്ചില്ല. She sat on the beach area consisting of pebbles and dirt. കല്ലുകളും അഴുക്കും നിറഞ്ഞ ആ ബീച്ചിൽ അവൾ ഇരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗങ്ങളിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ലില്ലി ഈസ് എ ഗേൾ who belongs to a poor family. Baby is her brother. One day they were going to school along the village road. Soon it started raining. Baby started running. Lily asked Gracie, girl who belongs to Poomangalam family, to let her in under her umbrella. But Gracie did not allow her under the umbrella. Lily wept bitterly as her clothes and books got wet. മഴയത്ത് നനഞ്ഞ അനുഭവം കൂട്ടുകാർക്കുമില്ലേ? പക്ഷെ നിങ്ങൾ ലില്ലിയെ പോലെ കരഞ്ഞിട്ടുണ്ടാവില്ല. Write down your joyful experience in rain. Joyful experience in rain. മഴയത്തെ ആഹ്ലാദാനുഭവം. Last summer was very hot. കഴിഞ്ഞ വേനൽക്കാലം വളരെ ചൂടുള്ളതായിരുന്നു. One evening it began to rain. ഒരു വൈകുന്നേരം മഴ പെയ്യാൻ തുടങ്ങി. I became very happy. എനിക്ക് വളരെ സന്തോഷമായി. I went out. ഞാൻ പുറത്തേക്കിറങ്ങി. The raindrops began to fall. മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. Raindrops fell down on my head, face and body. മഴത്തുള്ളികൾ എൻ്റെ തലയിലും മുഖത്തും ശരീരത്തിലുമൊക്കെ വന്നു വീണു. The rain quickened. മഴ കൂടി. It was getting wet. ആകെ നനഞ്ഞു. I got the smell of wet soil. നനഞ്ഞ മണ്ണിന്റെ മണം വന്നു. I wished to play in the rain. എനിക്ക് മഴയത്ത് കളിക്കാൻ തോന്നി. I danced in the rain. ഞാൻ മഴയത്ത് നൃത്തം ചെയ്തു. Then the rain became heavy. പെട്ടെന്ന് മഴ വളരെയധികം ശക്തിയായി. Mother asked me to get in. അമ്മ എന്നോട് അകത്തു കയറാൻ പറഞ്ഞു. I changed my wet clothes. ഞാൻ എൻ്റെ നനഞ്ഞ ഉടുപ്പുകൾ മാറ്റി. Then I got a new idea. അപ്പോൾ എനിക്ക് പുതിയൊരു ഐഡിയ തോന്നി. Rain water was flowing through the courtyard. മുറ്റത്തൂടെ മഴവെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. I made some paper boats. ഞാൻ കുറച്ച് കടലാസു വഞ്ചികൾ ഉണ്ടാക്കി. I put the paper boats in the water. ഞാൻ ആ കടലാസു വഞ്ചികൾ വെള്ളത്തിലേക്ക് വെച്ചു. The boats sailed through the rain water. ആ മഴവെള്ളത്തിലൂടെ ബോട്ടുകൾ യാത്രയായി. I was very happy. എനിക്ക് വളരെയധികം സന്തോഷമായി. ഇനി നമുക്ക് ഈ ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. Lily, you go with Gracie, Baby said. Why did Baby say so? Baby and his sister Lily were going to school. They had no umbrella. It was going to rain. They saw their neighbor Gracie. She had an umbrella. So, Baby said to his sister to go with Gracie. Is it just a drizzle or a heavy downpour? How does the author describe the rain in the passage? It is not a drizzle. It is a downpour. The author describes the rain as follows. The raindrops started falling. 1, 2, 4. The rain quickened. Lily felt the rain lashing her face. Why did Lily weep bitterly? Gracie did not let Lily in under her umbrella. Lily begged again, but Gracie was stubborn.
So Lily wept bitterly.